വെള്ളം കിട്ടാത്ത പ്രദേശങ്ങളാണ്. ഏകദേശം വെള്ളം കിട്ടാത്ത ആളുകളാണ്. ഇപ്പോൾ തന്നെ 225 കോടി ജനങ്ങൾക്ക് ഇപ്പോൾ തന്നെ വെള്ളമില്ല. 225 കോടി ജനങ്ങൾക്ക് ഇപ്പോൾ തന്നെ വെള്ളമില്ല. അതായത് ശുദ്ധവെള്ളമല്ല, അല്ലാത്ത വെള്ളവും ഇല്ലാത്ത പ്രദേശം 225 കോടി ജനങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളമില്ല. അതിൽ 110 കോടി ജനങ്ങൾക്ക് ശുദ്ധവെള്ളമേ ഇല്ല. അതായത് 6ൽ ഒരാൾ, ഭൂമിയിൽ നിന്ന് ജീവിക്കുന്ന 6ൽ ഒരാൾക്ക് ശുദ്ധവെള്ളം ഇപ്പോൾ ഇല്ല. ശുദ്ധവെള്ളം അല്ലാഹു അന്ത്യനാളിന്റെ മുമ്പ് ഇല്ലാതാക്കും എന്ന വിശുദ്ധ ഖുർആന്റെ പഠനം ഇതാ അതിപ്രസക്തമായി നമ്മുടെ മുന്നിൽ ഇതാ സൂര്യപ്രകാശം പോലെ തെളിഞ്ഞിരിക്കുന്നു. നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. 125 കോടി ജനങ്ങൾക്ക് രോഗമുണ്ടാവുന്നു. ലോകത്തെ 125 കോടി ജനങ്ങൾക്ക് രോഗമുണ്ടാകാൻ കാരണം ശുദ്ധജലം ലഭിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ജലത്തിലെ മാലിന്യം കൊണ്ടാണ്. 125 കോടി ജനങ്ങൾക്ക്. അതായത് ഇന്ന് ലോകത്തുള്ള രോഗത്തിന്റെ 80% വെള്ളം നാശമായ രോഗമാണ്. ലോകത്തെ ഓരോ 8 സെക്കൻഡിലും വെള്ളമില്ലാതെ ഒരാൾ മരിക്കുന്നു, ശുദ്ധവെള്ളമില്ലാതെ ഒരാൾ മരിക്കുന്നു. ലോകത്ത് ഓരോ 8 സെക്കൻഡിലും വെള്ളം മലിനമായത് ഉപയോഗിച്ചത് കൊണ്ട് മരിക്കാം. ലോകത്ത് 8 സെക്കൻഡിൽ ഒരാൾ. ഇന്നത്തെ കണക്കനുസരിച്ച് വെള്ളം മലിനമായതുകൊണ്ട് ശുദ്ധവെള്ളം കിട്ടില്ല. അതിനെ കാരണം ഇതൊന്നും നിഷേധിക്കാൻ കഴിയില്ല. ഇത് ഐക്യരാഷ്ട്രസഭയുടെ പഠന റിപ്പോർട്ടാണ്. ഞാനിപ്പോൾ നെറ്റിൽ പരിശോധിച്ച ആർക്കും കാണാൻ കഴിയും. ലോകത്ത് 1 സെക്കൻഡിൽ ഒരാൾ മരിക്കുന്നുണ്ട് ശുദ്ധമായ വെള്ളം കിട്ടാത്തത് കൊണ്ട്. ഇത് ഖുർആൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് മുസ്തഫ നബി നേരത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നിലനിൽക്കാൻ ആവശ്യമുള്ളത് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഇന്ന് ലോകം വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ നമ്മൾ ഈ വിഷയത്തിൽ കാര്യഗൗരവം കണ്ണു തുറക്കൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി വെള്ളമില്ലായ്മയാകുന്നു. അങ്ങനെ ഈ നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ്. 1950 മുതൽ ആഗോള ജലോപയോഗം 3 ഇരട്ടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. വരുന്ന 20 വർഷങ്ങൾക്കകം ഇപ്പോഴുള്ള 40% ജലത്തിൽ അമിതമായ ഉപയോഗം ഇനിയും വരും. ഇപ്പോൾ തന്നെ 950 ശേഷം ലോകത്തുള്ള വെള്ളത്തിന്റെ 3 ഇരട്ടി വെള്ളത്തിന് വീണ്ടും ഉപയോഗം കൂടിയിട്ടുണ്ട്. അതുതന്നെ ഇനി വരുന്ന 20 വർഷത്തിനുള്ളിൽ ഇനിയും 40% ഇരട്ടി ഉപയോഗം കൂടും. 2025 വെള്ളമില്ലായ്മ അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ ആളുകൾ ഇപ്പോഴുള്ള 470 മില്യണിന് 3 ബില്യൺ വരെ വർദ്ധിക്കും. വളരെ ഇനിയും അഥവാ ഏകദേശം അനവധി ആളുകൾ, കുറച്ചൊന്നുമല്ല, ശുദ്ധവെള്ളമില്ലാത്ത ആളുകൾ ഇനിയുമുള്ളതിന്റെ 3 ഇരട്ടി ലോകത്ത് വർദ്ധിക്കാൻ പോവാണ്. 2035 ആകുമ്പോഴത്തിന് ഈ ഭൂമിയിൽ ശുദ്ധവെള്ളമില്ലായ്മ കൊണ്ട് മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരും. ഇതൊക്കെ ലോകം അംഗീകരിക്കുന്ന അതിപ്രധാനപ്പെട്ട പഠന റിപ്പോർട്ടുകളാണ് ഞാൻ ഈ പറയുന്നത്. ലോകത്തെ മൊത്തം വെള്ളത്തിന്റെ വളരെ കുറഞ്ഞ 1% താഴെയാണ് ഇതുവരെ വെള്ളം ലോകത്ത് ശുദ്ധവെള്ളമായി നിലനിന്നിരുന്നത്. പക്ഷെ അതും തന്നെ ലോകത്ത് നിന്ന് നാട് നീങ്ങിക്കൊണ്ടിരിക്കുക. വലിയൊരു പാഠമാണിത്. ഇതിലേക്ക് ഖുർആൻ വിരൽ ചൂണ്ടിയിട്ടുണ്ട്. ഇത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് തരട്ടെ. എന്നാൽ ഈ വെള്ളങ്ങളൊക്കെ അല്ലാഹു തആല മനോഹരമായി ഫസലഖഹു യനാബിഅ ഫിൽ അർളി എന്ന് പറഞ്ഞല്ലോ. ഭൂമിയിലെ ഉറവകൾ, ശുദ്ധമായ വെള്ളം അല്ലാഹു തആല നിക്ഷേപിച്ചിരുന്നു. ഇതിന് അല്ലാഹുക്ക് ഒരു കണക്കുണ്ട്. ഇത് ചില ആളുകൾ നാശാക്കുമെന്ന് മുസ്തഫ നബി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയത്തിലേക്ക് ഞാൻ വിരൽ ചൂണ്ടാണ്. നല്ല പോലെ മനസ്സിലാക്കണം. അല്ലാഹു ആഫിയത്ത് തരട്ടെ. ഇതിൽ പഠനങ്ങൾ നടക്കേണ്ടതുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദർ ഫഅസ്കൻനാഹു ഫിൽ അർള് വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ. സൂറത്തുൽ മുഅ്മിനൂന ആയത്ത് നമ്പർ 17. ശ്രദ്ധിക്കുക, ഇതിന്റെ ഒരു വാക്കാണ്. വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദർ ഫഅസ്കൻനാഹു ഫിൽ അർള് വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ. അല്ലാഹു തആല ആകാശത്ത് നിന്ന് ഒരു പ്രത്യേക കണക്കിൽ മാത്രമേ വെള്ളം ഇറക്കുകയുള്ളൂ. വെള്ളം കൂടുതൽ ഇറക്കൂല. അതിന് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു കണക്കുണ്ട്.
ഭൂമിയിൽ അല്ലാഹു തആല വസിപ്പിക്കും, താമസിപ്പിക്കും. പക്ഷെ ഈ ഖദറിൻ ഒരു ഖദറിൽ മാത്രമേ ഈ ഭൂമിയിലുണ്ട്. അത് മലിനമാവുകയോ ശുദ്ധമാവുകയോ അത് മനുഷ്യൻ നോക്കേണ്ടതാണ്. പക്ഷെ ഭൂമിയിലേക്ക് അള്ളാഹു നൽകുന്ന ഈ വെള്ളത്തിനൊരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറം അള്ളാഹു തആല ഭൂമിയിൽ വെള്ളം നൽകില്ല. രണ്ടാമത്തെ കാര്യം, ആ വെള്ളത്തെ ഇല്ലാതെയാക്കാൻ എനിക്ക് കഴിയും. ഈ വെള്ളം ഇല്ലാതാവും ചെയ്യും. അള്ളാഹു നമ്മളെ കാക്കട്ടെ, ഉറക്കപ്പറ അള്ളാഹു നമ്മെ കാക്കട്ടെ. രണ്ട് നിലക്ക് ഇല്ലാതെയാകാം. ഒന്ന്, വെള്ളം തന്നെ ഇല്ലാതെയാവുക, അതൊരു വൈബിയായ വിജ്ഞാനാണ്. അള്ളാഹുവിനെ ആ മഹ്ലൂക്കിനാണ് ഇല്ലാതെയാക്കാം. അതിന് അള്ളാഹ് അത് മുഅ്മിനീങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയും. അത് മുഅ്മിനീങ്ങൾക്ക് ആ വെള്ളം ഇവിടെ ഭൂമിയിൽ ഇല്ലാതെയാവില്ല. വാട്ടർ സൈക്ലിംഗ് കൃത്യമായി നടക്കുന്ന ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തത്തോടെ ചിന്തിക്കണ്ട. അതൊക്കെ ഇല്ലാതെയാക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയും. അതില്ലാതാക്കാൻ പഠിച്ചവന് കഴിയും. കാരണം എന്തുകൊണ്ട്? വെള്ളത്തെ തന്നെ ഇല്ലാതാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയും. സൂറത്തുൽ മുഅ്മിനൂന അല്ലാഹു തആല 17-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. ഇനി ഇവിടെ വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടത്, ചില കാലഘട്ടങ്ങളിൽ ഭൂമിയിലെ ശുദ്ധവെള്ളം എല്ലാം ഇല്ലാതെയാവും. എന്നാൽ ശുദ്ധമുള്ള ഇല്ലാതെയാവുക, അല്ലാഹു തആല ശുദ്ധവെള്ളത്തെ ഇല്ലാതെയാക്കി ഭൂമിയിലെ വെള്ളം മലിനമാവുക. ഭൂമിയിൽ പ്രത്യക്ഷമാകുമ്പോഴാണ്. തഫ്സീറുൽ കബീറിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം. അതിന്റെ ബാക്കിയാണ് ഈ പറയുന്നത്. എല്ലാവരും ചിന്തിക്കണേ. യഅ്ജൂജ് മഅ്ജൂജ് എന്ന് പറയപ്പെടുന്ന വിഭാഗം ലോകത്ത് സത്യത്തിൽ എന്താണ്? യൂറോപ്പ് മുതൽ, അതായത് മംഗോളിയ, റഷ്യ, ഇവിടെയൊക്കെയുള്ള ജനങ്ങളാണെന്ന് വളരെ ആ യഅ്ജൂജ് മഅ്ജൂജിന്റെ പഠനം കൂടി ചേർത്ത് നോക്കിയാൽ എളുപ്പത്തിൽ ഇത് മനസ്സിലാവും. അവർ വഴിയാണ്, അവരുടെ കാലഘട്ടത്തിലാണ് ശുദ്ധവെള്ളം ഭൂമിയിൽ ഇല്ലാതാവുക. അതിന് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട വിഷയം എന്താണെന്നറിയോ? സത്യത്തിൽ വ്യാവസായിക വളർച്ചയാണ് വെള്ളം നാശാകാനുള്ള അടിസ്ഥാന കാരണം. രാസപദാർത്ഥങ്ങളും മറ്റും കൊണ്ടാണ് വെള്ളം മലിനമായത്. ഇത് മുഴുവനും കൊണ്ടുവന്നത് ആരാണ്? യൂറോപ്യന്മാരാണ്. അതാണ് യഅ്ജൂജ് മഅ്ജൂജ്. വെള്ളം മലിനമാകാൻ കാരണം യൂറോപ്യരാണ്. അവരെ നമ്മൾ പിൻപറ്റുകയും ചെയ്തു. അവരാകട്ടെ എന്ത് ചെയ്തു? നമ്മളെ വെള്ളത്തെ കബ്ജ ചെയ്ത് പിടിച്ചടക്കുക. ഒരു നിലക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്, ജപ്പാൻ കുടിവെള്ളം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കുഴലുണ്ടാക്കി കാത്തിരിക്കുക. നമ്മൾ സത്യത്തിൽ എന്താ ഈ ജപ്പാൻ കുടിവെള്ളം? നമ്മളെ വെള്ളം നമ്മൾ ജപ്പാനികൾക്ക് വിറ്റ്. അങ്ങനെ ലോകത്ത് 263ഓളം പുഴകൾ ഇങ്ങനെ വിൽക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ ഈ വിഷയത്തിൽ ഉടമസ്ഥത അവകാശങ്ങൾ തർക്കങ്ങളിലുമായിട്ട് നിലനിൽക്കുന്ന പുഴകൾ 263ഓളം പുഴകളുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ വലിയ ശക്തമായ പാഠങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ജപ്പാൻ, ഇതിലൊക്കെ നമ്മൾ കണ്ണു തുറന്ന് നോക്കണം. ജപ്പാന്റെ വെള്ളം, ജപ്പാന്റെ റോട്ടിലൂടെ നമുക്ക് സഞ്ചരിക്കാം, കുഴപ്പമൊന്നുമില്ല. അതിന് നമുക്ക് വില കൊടുത്താൽ മതിയാവും. നേരെ മറിച്ച് നമ്മളെ വെള്ളം നമ്മൾ ജപ്പാന് വിൽക്കുക എന്ന് പറഞ്ഞത് ഒരു നിലക്കൊരു നല്ല പ്രവർത്തനമല്ല. എന്തുകൊണ്ടാണ്? എന്തിനാണ് ജപ്പാൻ നമ്മുടെ വെള്ളം? ഇനി എന്താ ഉണ്ടാവുക? നമ്മളെ വെള്ളം, നമ്മുടെ ജലസ്രോതസ്, ആ ജലസ്രോതസ്സിന് സത്യത്തിൽ നമ്മൾ ജപ്പാന് വില കൊടുക്കണം. അത് നമുക്ക് ജപ്പാൻ ബോട്ടിൽ വെള്ളമാക്കി തരും. ഇത് അടുത്ത കാലത്ത് ഇവിടെ നടക്കാൻ പോണതാണ്. അത് ബോട്ടിൽ വെള്ളമാക്കിയിട്ട് പൈപ്പ് വെള്ളമാക്കിയിട്ട് തരും. പിന്നെ അവർക്ക് തോന്നിയത് പോലെയൊക്കെ ആക്കും. കാരണം അതിന് ഇത്ര കൃത്യമായി ഇത്ര കൊല്ലത്തിന് എന്ന കരാറുണ്ടാകും. വെള്ളത്തിന് ഈ അടുത്ത കാലഘട്ടത്തിലാണ്, ഒരു 50 വർഷത്തിനിടയിലാണ് ലോകത്ത് ഇങ്ങനെയുള്ള നാശങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. വെള്ളത്തിന് വേണ്ടി കടിപിടി കൂട്ടുക. ഇതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ ഇത്തരം പ്രവചനങ്ങളിൽ നിന്ന് അവർ പാഠം ഉൾക്കൊള്ളത് കൊണ്ടായിരിക്കുമെന്ന് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളാകട്ടെ, വികസ്വര രാജ്യങ്ങളാകട്ടെ, ഈ വിഷയത്തിൽ കാര്യമായി ശ്രദ്ധിക്കാത്ത ജനങ്ങളുമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്നാല് റഷ്യ, അതേപോലെ തന്നെ മംഗോളിയ, ഇവിടെ നിന്നൊക്കെ താഴേക്കിറങ്ങുന്ന ജനങ്ങളാണ്. ഇവർ താഴേക്കിറങ്ങുന്ന കാലഘട്ടത്തിലാണ് ഈ നാടുകളിലെ ഏതാണ് യജൂജ് മജൂജ് എന്നാൽ ഒന്നേതാ യൂറോപ്പിന്റെ മൊത്തം ഭാഗങ്ങൾ. ഉദാഹരണം പറയാം, മംഗോളിയ, റഷ്യ, അതേപോലെ തന്നെ സ്പെയിൻ അങ്ങോട്ടുള്ള ബ്രിട്ടൻ അടക്കമുള്ള പ്രദേശങ്ങൾ. പിന്നെ അതിൽ നിന്നുള്ള സൊസൈറ്റിയാണ് സത്യത്തിൽ അമേരിക്ക, നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും. അതും യൂറോപ്പിൽ നിന്ന് പറിച്ചു നട്ടതാ. യൂറോപ്പിനെ അമേരിക്കയെ തേടിപ്പോയതാ കൊളംബസ്. ഇന്ത്യയിലെത്തിയെങ്കിലും സത്യത്തിൽ കൊളംബസിന് ശേഷമുള്ള കൊളംബസ് ആണ് അമേരിക്ക കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താണ്? അത് യൂറോപ്പിൽ നിന്ന് പറിച്ചു നട്ട സൊസൈറ്റിയാ. അതും
നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂറോപ്യൻ സമൂഹം തന്നെയാണ്. ആസ്ട്രേലിയ ഒരു യൂറോപ്യൻ സങ്കര